മാർപ്പാപ്പ ഇപ്പോൾ കാമറൂണിൽ പര്യടനം നടത്തുകയാണ്. അതിനിടയിലാണ് ട്രംപിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തിയത്. അത് രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾക്കായി മതത്തെയും ദൈവത്തിന്റെ നാമത്തെയും കൃത്രിമമായി ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ മാർപ്പാപ്പ ഇന്ന് ലിയോ 14 മാർപ്പാപ്പ എന്ന് പറഞ്ഞത്. അത് കൃത്യമായി ട്രംപിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു കാര്യമാണ് മാർപ്പാപ്പ വീണ്ടും വീണ്ടും പറയുന്നത്. അതായത് ട്രംപുമായി ഒരു സന്ധി സംഭാഷണത്തിന് മാർപ്പാപ്പ തയ്യാറല്ല, മറിച്ച് യുദ്ധത്തിന്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു ശുഭവാർത്ത വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്ന് ലെബനോണിൽ ഇസ്രായേൽ വെടിനിർത്തലിനെ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. ഇന്ന് രാത്രിയോട് കൂടി തന്നെ IDF അവിടെ വെടിനിർത്തലിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇസ്രായേൽ അതുമായി ബന്ധപ്പെട്ട IDF നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇന്ന് രാത്രി തന്നെ തെക്കൻ ലെബനോണിൽ ഉള്ള ഇസ്രായേൽ സൈന്യം അവിടെ വെടിനിർത്തലിനെ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. മറ്റൊരു വാർത്ത, ഹോർമുസുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ കൂടുതൽ അധികാരം ഇറാന് നൽകണമെന്നുള്ള ഒരു ഉപാധി ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചു എന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് ഉപരോധം അവസാനിച്ച ശേഷം സമാധാന ചർച്ചകളിലേക്ക് കടക്കാം എന്നാണ് ഇപ്പോൾ ഇറാൻ ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്ക അത് അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇരു കൂട്ടരുടെ ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ആ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്.